മനസ്സിൽ ഒരുപാട് ദേഷ്യമുള്ളപ്പോ വരും വരായികകളൊന്നും ചിന്തിക്കാതെ മൂർച്ചയുള്ള വാക്കുകൾ പറയുകയും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നെ കാണുന്നത് അഭിചേച്ചിക്ക് ദേഷ്യ. ഞാനിനി ഓഫീസിൽ വന്ന് ഒരു ട്രിഗറായി ദേഷ്യം കൂട്ടണമെന്നേ കരുതിയുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ അതിനെ പേടിച്ച് മാറി നിൽക്കുന്നത് ശരിയാണോ, അതോ അതിനെ നമ്മൾ നേരിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതാണോ നല്ലത്? ചില കാര്യങ്ങൾക്ക് മാറി നിൽക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. കാരണം അഭിചേച്ചിയെ കെയർ ചെയ്യേണ്ടതും നമ്മൾ തന്നെയല്ല ആദർശേട്ടാ. നമ്മളെ എതിർത്ത കാര്യങ്ങൾ കൂടുതൽ വഷളാവല്ലേ ഉള്ളൂ. തൻ്റെ ചിന്തയുടെ വഴി എനിക്ക് മനസ്സിലാവും. പക്ഷേ അതൊന്നും അഭിരാമി ആ രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ചാ താൻ പറയുന്നത് ശരിയാണ്. ഇന്ന് മീര ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വഴക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്ത്? അവയ്ക്ക് പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനിൽ പുതിയ അധികാരങ്ങൾ അഭിക്കും വിഘ്നേഷിനും വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അഭിചേച്ചി പറയുന്നത് അംഗീകരിക്കുന്നതല്ലേ നല്ലത്. വെറുതെ എന്തിനാ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്? അഭി പറയുന്നത് പോലെ കമ്പനിയിലെ അധികാരങ്ങൾ കൊടുത്താൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ മാനേജ് ചെയ്യാനോ അവൾക്കറിയാവോ? ഹൈസ്പീഡ് ഹൈവേയിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരു വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള ലൈസൻസ് ഞാൻ അഭിക്ക് കൊടുക്കണമെന്നാണ് താൻ പറയുന്നത്. കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആക്കിയെടുത്ത കമ്പനി ഒരാളുടെ ഈഗോയും വാശിയും രക്ഷിക്കാൻ വേണ്ടെന്ന് വെക്കണോ? എന്ത് ന്യായമാണ് മീര അത്? കമ്പനിയെക്കാളും വലുതാണ് കുടുംബ ബന്ധങ്ങളും വീട്ടിലെ സമാധാനവും. അഭിചേച്ചിക്ക് കമ്പനി നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നോക്കാൻ ആദർശേട്ടനുണ്ടല്ലോ. ആദർശേട്ടൻ വിചാരിച്ചാ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ നോക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അഭി സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അഭിക്ക് സൈനിങ് പവറും മറ്റാരും ഇടപെടാത്ത രീതിയിൽ അതോറിറ്റിയും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അമ്മയായിട്ട് സംസാരിച്ച് അഭിചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാതെ എന്തിയാനാ? അഭിയെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഈശ്വരൻ വിചാരിച്ചാലും സാധിക്കില്ല. അഭി പിടിച്ച മുയലിന് 3 കൊമ്പാണെന്നുള്ള രീതിയിലാണ് അഭി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. വാശിയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയാ അതിന് സമാധാനപരമായൊരു അവസാനം ഉണ്ടാവില്ല. സ്നേഹത്തിന്റെ ഭാഷയും വിട്ടുകൊടുക്കലുവാ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലത്. ഇവിടെ നമ്മൾ തോറ്റുകൊടുത്താലും ജയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ ആദർശേട്ടാ? ഈ തത്വങ്ങളൊന്നും പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല മീര. മീര സമാധാനത്തോടെ ഒരു പൂജാമുറിയിൽ പ്രാർത്ഥിച്ചും പൂജിച്ചും ശീലിച്ചാണ് വളർന്നത്. ഞാൻ വളർന്നത് മത്സരങ്ങളുടെ ലോകത്താ. ഇവിടെ സർവൈവ് ചെയ്യുന്നത് ജയിക്കുന്നവർ മാത്രമാണ്. അതിലിപ്പോൾ എതിരാളിയായിട്ട് വരുന്നത് കുടുംബത്തിലുള്ളവരാണോ കൂട്ടുകാരാണോ എന്നൊന്നും നോക്കാറില്ല. അത് യുദ്ധനീതിയല്ലേ? ഇവിടെ എന്തിനാ ഒരു യുദ്ധം? അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് എന്ത് നേടാനാ? എല്ലാ യുദ്ധങ്ങളും ലോകത്തിന് നഷ്ടങ്ങളും മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. കുടുംബത്തിലെ വഴക്കുകളും അകൽച്ച മാത്രമേ സൃഷ്ടിക്കൂ. അത് ഒഴിവാക്കണം ആദർശേട്ടാ. ഞാൻ ആരോടും വഴക്കണമൊന്നുമില്ല മീര. പക്ഷെ എന്നെ എതിർക്കാൻ വന്നാൽ ഞാൻ വിടില്ല. എല്ലാത്തിനും ക്ഷമിക്കാൻ ഞാൻ അത്ര സഹനശക്തിയുള്ള ആളൊന്നുമല്ല. അഭിചേച്ചി വാശി തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദർശേട്ടന് വിഘ്നേശേട്ടനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിക്കൂടെ? അഭിചേച്ചിയുടെ ആറ്റിറ്റ്യൂഡല്ല വിഘ്നേശേട്ടനുള്ളത് എന്നാ എനിക്ക് തോന്നുന്നത്. വിഘ്നേഷിനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അഭി പറയുന്നതിനപ്പുറം ഒരടി പോലും വിഘ്നേഷ് വെക്കില്ല. അങ്ങനെ ഒരാളോട് നമ്മൾ സംസാരിച്ചിട്ട് എന്താ കാര്യം? ആദർശേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. എന്നാലും അഭിചേച്ചി സ്വാധീനിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും വിഘ്നേശേട്ടന് സാധിച്ചാലോ? അതൊരു വഴിയല്ലേ? ആ ഒരു പോസിബിലിറ്റി നമുക്ക് വിട്ടുകളയേണ്ട കാര്യമുണ്ടോ? അഭി പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമായാൽ അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് വിഘ്നേഷിനാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല മീര. താനത് വിട്ടേക്ക്. അഭിയുടെ അടുത്ത് നീക്കം എന്താണെന്ന് അറിയില്ല.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. സൂരജെ പറ്റിയത് എന്തു പറ്റാ? എനിക്കൊന്നുമില്ല. നീ എന്നോട് നുണ പറയണ്ട. നിന്റെ മുഖത്തൊരു ഭാവമാറ്റം വന്നാ അത് അമ്മയ്ക്ക് മനസ്സിലാവും. വന്നത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. എന്തോ ഒരു ടെൻഷനുണ്ട്. അത് ചെറുതാണെന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എന്തിനാ മോനെ നീ അമ്മയോട് മറച്ചു വെക്കുന്നത്? എന്താണെങ്കിലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് കാര്യത്തിനും അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. ദേ അമ്മ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലെന്ന്. പിന്നെന്താ? നീ എന്നോട് കള്ളം പറയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിനക്കറിയാലോ, നിനക്ക് വേണ്ടിയാ അമ്മ ജീവിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും. അതൊക്കെ എനിക്കറിയാം. ഞാനും അമ്മയോട് ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അമ്മ പറയുന്ന പോലെയല്ലേ ഞാനും ഓരോന്ന് ചെയ്യുന്നത്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നേ? എന്റെ ടെൻഷൻ കൊണ്ടാ. നീ വന്നത് മുതൽ അസ്വസ്ഥനാ. ആഹാരം പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. എന്താ ഏതാന്ന് നീ പറയുന്നുമില്ല. അപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാവാതിരിക്കൂ. ഞാൻ കരുതി അഭിരാമി തിരിച്ചു വന്നിട്ട് നിന്നെ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന്. അതായിരിക്കും നീ വിഷമിക്കുന്നെന്ന്. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വിഘ്നേഷേട്ടൻ വന്നതുകൊണ്ട് ഇപ്പൊ സൈറ്റിൽ ജോലി അല്ല, പുതിയ ജോലി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതാവും. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ടടാ. എന്ത് സംശയം ഉണ്ടെങ്കിലും ആദർശനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇന്ന് ഞാൻ വഴിയിൽ വെച്ച് വിദ്യയെ കണ്ടായിരുന്നു. അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാ ഞാൻ വന്നത്. നീ എന്തിനാ സൂരജ് അവളെ വണ്ടി കയറ്റിയത്? ആ ധന്യ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നങ്ങളും നിനക്കറിയാലോ. വഴിയിൽ വെച്ചൊരു ബന്ധുവിനെ കണ്ട ലിഫ്റ്റ് കൊടുക്കുന്നത് അത്ര തെറ്റൊന്നുമല്ലല്ലോ. തെറ്റാണ്, പ്രത്യേകിച്ചും ആ ഒരു പെണ്ണിനെ സഹായിക്കുന്നത്. അവളുടെ തള്ളെ പോലെ തന്നെ അവളും ഒരു അഹങ്കാരിയാ. വിദ്യയുടെ കാര്യത്തില് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതൊരു പാവം കുട്ടിയാ. അതെ, നിനക്ക് അവളെ നന്നായിട്ട് അറിയാത്തോണ്ട് തോന്നുന്നതാ. എന്തൊക്കെ പറഞ്ഞാലും ധന്യയുടെ മോളല്ലേ അവള്. അവളുടെ ഗുണഗണങ്ങൾ കിട്ടാതിരിക്കൂ? ഇല്ലല്ലോ. നിനക്ക് അറിയാലോ സൂരജെ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ധന്യയാ. ധന്യമായിട്ട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ അവളുടെ മകനും മകളും ഒക്കെ ആയിട്ട് ചങ്ങാത്തം കൂടുന്നതും എനിക്ക് തീരെ താല്പര്യമില്ല. നിന്നെ കുറിച്ച് എന്തൊക്കെ മോശം കാര്യങ്ങൾ ധന്യ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എന്നിട്ട് പിന്നെ നീ എന്തിനാ അവളുടെ മോളെ സഹായിക്കുന്നത്? അമ്മയെ ഒരാൾക്കൊരു ചെറിയ സഹായം ചെയ്യുന്നത് ഇതൊന്നും ഓർത്തിട്ടല്ലോ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് എന്നെ ബാധിക്കേണ്ട കാര്യമുണ്ടോ? മീരയ്ക്കൊരു ആവശ്യം വന്നപ്പോ ഞാനും വിശാലും ഒന്നിച്ചു നിന്നതുകൊണ്ട് കൂടിയല്ലേ മീരയെ സഹായിക്കാൻ പറ്റിയത്. ദേ, നീ കൂടുതൽ ന്യായമൊന്നും എന്നോട് പറയണ്ട. ഞാനാ നിന്റെ അമ്മ. ഞാൻ പറയുന്ന നീ അങ്ങോട്ട് കേട്ടാ മതി. അതോ ഒരു ജോലി കിട്ടിയപ്പോഴേക്കും എന്ത് തന്നിഷ്ടം കാണിക്കാന്നുള്ള ചിന്ത വന്നോ? എന്റെ അമ്മയെ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് ഈ കാര്യം പറയാതിരിക്കാമായിരുന്നല്ലോ. ഞാൻ തന്നെയല്ലേ ഇപ്പൊ അമ്മയോട് പറഞ്ഞത്. നിന്റെ മൗനത്തിന്റെ കാരണം എനിക്ക് ഇപ്പൊ മനസ്സിലായി. അല്ല, എന്ത് മനസ്സിലായിരുന്നു? ആ പെണ്ണിനെ കൊണ്ടുവിടാൻ ചെന്നപ്പോ ധന്യ നിന്നെ വല്ലതും പറഞ്ഞു കാണും അല്ലേ? അതല്ലേ നീ ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നത്. അമ്മ വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ ധന്യന്റെ കണ്ടിട്ട് പോലുമില്ല. അവരുടെ വീടിനകത്ത് കയറിയതുമില്ല. വാതിക്കൽ വരെ പോയതേ ഉള്ളൂ. അത് നന്നായി. നിന്നെ അവള് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപമാനിച്ചേനെ. എന്തിനാ അമ്മേ നിങ്ങൾ തമ്മിൽ ഈ വഴക്ക്? നിങ്ങൾ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലായിരുന്നോ? അതിന്റെ കാരണമൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. ഇനിയും അത് വിശദീകരിക്കണോ? തൽക്കാലം ബന്ധങ്ങളൊക്കെ ഇപ്പൊ പോകുന്ന പോലെ പോയാ മതി. അതുകൊണ്ട് എന്റെ പൊന്നു മോൻ ഇപ്പൊ കിട്ടിയ ജോലി മര്യാദയ്ക്ക് ചെയ്ത് ജീവിക്ക്. അല്ലാതെ ആരുടെയും ഡ്രൈവർ പണിക്ക് പോണ്ട. കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോയാ നിനക്ക് ഉടനെ വിവാഹം ആലോചിക്കും. ആ സമയത്ത് നീ കണ്ട പെണ്ണുങ്ങളെ
വണ്ടി കേറ്റി നടന്ന് ചീത്തപ്പേരുണ്ടാക്കരുത്. എനിക്കിപ്പം വിവാഹമൊന്നും വേണ്ട. അത് നീയല്ല തീരുമാനിക്കേണ്ടത്. ഇതുവരെ നിനക്ക് വേണ്ടതൊക്കെ ചെയ്തത് ഞാനാണെങ്കിൽ ഇതും എനിക്കറിയാം. അതുകൊണ്ടേ എന്റെ മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അബി 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 നിക്ക്. വേണ്ട അബി, വെറുതെ ഇനി ഓരോന്നും പറഞ്ഞ് വീട്ടിൽ വഴക്കും പ്രശ്നമൊന്നും വേണ്ട. ഞാൻ അതിന് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ അമ്മ എങ്ങനെ അറിയാനാ? വെറുതെ ഈഗോ കാരണം വീട്ടിലെ സമാധാനം ഇല്ലാതെ വരും. എനിക്കിപ്പോ എന്ത് ജോലിയാണെങ്കിലും ഒരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ജോലി വേണ്ടെന്ന് എനിക്കറിയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജിമ്മിൽ തന്നെ ഇരിക്കാൻ പറ്റിയ അതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. നിങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ആളുകൾ എന്നെ വിലയിരുത്തുന്നത്. അതിലൊരു കുറവും വരുത്താൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ ഭർത്താവായി ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്താ ഇവിടെ നിങ്ങൾ തർക്കിക്കുന്നത്? തർക്കിച്ചതല്ല, അമ്മയോട് ഒരു കാര്യം പറയാൻ വന്നതാ. അപ്പൊ വിഘ്നേശ്വരൻ പറയുന്നു അമ്മയോട് ഇപ്പൊ ഒന്നും പറയണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വൈരം കളയാനുള്ള എന്തോ കാര്യമായിട്ടാ നീ വരുന്നതെന്നുള്ള കാര്യം ഉറപ്പാ. വിഘ്നേഷ് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ എന്നോട് പറയാതിരിക്കുന്നതാ നല്ലത്. അമ്മ അങ്ങനെ പറഞ്ഞ എന്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോട് പറയും? ആങ്ങളെ ഒരുത്തുള്ളത് അവന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും വേണ്ടി ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം സംസാരം ഉണ്ടായതൊന്നും ഒരു തീരുമാനത്തിലെത്താൻ അമ്മ സമ്മതിച്ചില്ല. ഒരു പ്രശ്നം ഉണ്ടായ അതിനൊരു പരിഹാരം വേണം. അല്ലാതെ അത് ഉമിത്തി പോലെ നീറിപ്പൊകഞ്ഞിരുന്ന എപ്പോഴെങ്കിലും ആളിക്കത്തി എല്ലാം ചാരമാക്കി കളയും. എന്ത് പരിഹാരം നിനക്ക് വേണ്ടത്? ആദർശിനോടും മീരയോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ വീട്ടിൽ നിന്ന് മീരയും കൊണ്ട് മാറി താമസിക്കാമെന്ന് ആദർശ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നോട് പോണോന്ന് പറഞ്ഞതും ആദർശ. അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത് കഷ്ടമാണ്. കുറ്റം പറയേണ്ട സാഹചര്യത്തിലേ ഞാൻ നിന്നെ കുറ്റം പറയാറുള്ളൂ. ഞാൻ എപ്പോഴും ന്യായമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു മന്ദബുദ്ധിയാണെന്നും ഒന്നിനും എനിക്ക് കഴിവില്ലെന്ന ഒരു ധാരണ ആദർശനുണ്ട്. അവന്റെ ഭാര്യയ്ക്കും അത്ര ഒരു ചിന്തയുണ്ട്. അതൊക്കെയാ മാറേണ്ടത്. ഞാനിപ്പോ പറഞ്ഞ ധാരണ അവനും അവന്റെ ഭാര്യയും കൂടി കമ്പനിയിലെ സ്റ്റാഫുകൾക്കിടയിൽ പോലും പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് HR എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിൽ ഇരിക്കുന്ന മീരയോട് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിച്ചിട്ട് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ GMI എന്നോടല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്? മീര ഇപ്പൊ പല ദിവസങ്ങളിൽ ഓഫീസിൽ പോലും പോകാറില്ല. പിന്നെ എന്തിനാ നീ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? അതെ, മീര ഓഫീസിൽ പോയില്ലെങ്കിലും അവളെ എല്ലാവരും ഫോൺ ചെയ്യുന്നുണ്ട്. അവളും ആദർശം അറിയാതെ ഓഫീസിൽ ഒരു കാര്യവും നടക്കില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ശരി, സമ്മതിച്ചു. പക്ഷേ ഇതെല്ലാം ആദർശിന്റെ മാത്രം സ്വന്തമായ ഒന്നല്ല. ആദർശിനുള്ള അവകാശം എനിക്കും കമ്പനിയിലില്ലേ? ഇല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ കമ്പനിയുടെ GM ആയത്. ഞാൻ GM ആയെന്ന് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ അധികാരങ്ങളൊന്നും ശരിക്കും എനിക്ക് കിട്ടുന്നില്ലല്ലോ. അത് മാത്രമല്ല, ആദർശിന്റെ ഭാര്യ മീരയ്ക്കുള്ള അതേ അവകാശവും അധികാരവും വിഘ്നേഷ് ചേട്ടനും കമ്പനിയിൽ കിട്ടണം. അല്ലാതെ തെണ്ടി തിരിഞ്ഞ് കയറി വരുന്നവർക്ക് പഠിക്കാൻ കൊടുക്കുന്ന പോസ്റ്റിലല്ല വിഘ്നേഷ് ചേട്ടനെ നിയമിക്കേണ്ടത്. എന്നിട്ട് ഈ പാവം ഇത്രയും നാൾ ഒരു പരാതിയും പറയാതെ എല്ലാം സഹിച്ച് ആ പോസ്റ്റിൽ തുടരുകയായിരുന്നല്ലോ. വിഘ്നേഷ് ചേട്ടന് കമ്പനിയിൽ നല്ലൊരു നിലയും വിലയുള്ള പോസ്റ്റിംഗ് കൊടുക്കണം. വെറുതെ ഒരു പോസ്റ്റിന്റെ പേര് നൽകി ചുമ്മാ ഇരുത്തിയാ പോരാ. തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറും കൂടി തരണം. അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമില്ലാത്ത മുൻധാരണകളാണെന്ന്. ഞാനും അമ്മയുടെ അച്ഛന്റെ മകള് തന്നെയല്ലേ. നിങ്ങളുടെ ഗുണങ്ങൾ ആദർശിനെ പോലെ തന്നെ എനിക്കുണ്ടാവില്ലേ? ശരി, ഞാൻ ആദർശിനോട് സംസാരിക്കാം. എന്ന് സംസാരിക്കുന്ന അമ്മ ഈ പറയുന്നത്? ഇന്ന് തന്നെ സംസാരിക്കാം. മതിയോ? മതി, അത് മതി. അല്ല, നാളെയായാലും മതിയെന്നേ. വേണ്ട, ഇന്ന് തന്നെ സംസാരിക്കണം. ആയിക്കോട്ടെ,
ഇന്ന് തന്നെ ആയിക്കോട്ടെ. മോളെ ആ അച്ഛാ. എന്താ മോളെ, എന്തു പറ്റി? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. തലവേദന അച്ഛാ. തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് വല്ലതും മോള് കഴിച്ചായിരുന്നോ? ഗുളിക ഞാൻ കഴിച്ചു അച്ഛാ. എന്നിട്ട് കുറയുന്നില്ലേ? കഴിച്ചതേ ഉള്ളൂ, കുറഞ്ഞോളും. അതെ, മാറുന്നില്ലേ പറയണേ, ഹോസ്പിറ്റലിൽ പോവാം. അത്രയ്ക്കൊന്നും ഇല്ലച്ചാ, ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ മാറും. ഞാൻ ടാബ്ലറ്റ് കഴിച്ചല്ലോ. തിരിച്ചെത്തി കഴിഞ്ഞിട്ട് മോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. കഴിക്കാം. സമയത്തിന് കഴിക്കാതിരുന്നാലും തലവേദന വരും. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചതിന്റെയാ, ഇപ്പൊ വിശപ്പില്ലച്ചാ. എന്നാലേ ഞാൻ ഫ്രൂട്ട്സ് എടുത്തോണ്ട് വരാം, അത് കഴിക്കേ. ഞാൻ എടുത്ത് കഴിച്ചോളാം അച്ഛാ. ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലെ വാര്യരേട്ടനില്ലേ, ഇത്തവണത്തെ ഉത്സവത്തിന് മോളുടെ ഡാൻസ് വെക്കാമോന്ന് ചോദിച്ചു. ഞാൻ മോളോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ പറയണ്ടേ? അച്ഛാ, റിസർച്ച് ലാസ്റ്റ് സ്റ്റേജിലല്ലേ. ഈ സമയത്ത് പ്രോഗ്രാം ചെയ്യാനൊക്കെ ഇറങ്ങിയാ ശരിയാവില്ല അച്ഛാ. അടുത്ത വർഷം ചെയ്യാന്ന് പറയൂ. ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഫ്രൂട്ട്സ് കഴിച്ചോണേ. ശരി. അഭിരാമി പറയുന്നതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല. അത് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണ്ടേ? അഭിക്കൊരു പരാതിയുണ്ട്. അവളത് എന്നോട് പറയുമ്പോൾ നിന്നെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷെ കാര്യം അറിയുമ്പോൾ അമ്മയ്ക്ക് അഭിയെ തിരുത്തി അതിലെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ആദർശ് ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താ അത്ര വലിയ തെറ്റ് പറഞ്ഞത്? കമ്പനിയിൽ എനിക്കും വിഘ്നേഷ് ഏട്ടനും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വേണമെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമാണോ? അഭി, ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്നതും അവരുടെ കഴിവുകൾ അനുസരിച്ചുള്ള പോസ്റ്റിംഗുമാണ് തരുന്നത്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാ എനിക്കും വിഘ്നേഷ് ചേട്ടനും കഴിവൊന്നും ഇല്ലാന്നാണോ? ചേച്ചി, ആദർശേട്ടൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അതിനൊരു നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കണ്ട. പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഉദ്ദേശിച്ചത് അതല്ലാന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മീര വെറുതെ ന്യായീകരിക്കാൻ നിക്കണ്ട. ആദർശ് ഇങ്ങനെയൊന്നും ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ സ്വാധീനത്തിലാണെന്ന് എനിക്കറിയാം. അഭി എന്തിനാ എന്റെ വാക്കുകൾക്ക് മീരയെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അഭി അമ്മയോട് പറഞ്ഞതെല്ലാം വിവരമില്ലായ്മയാണ്. ഒരാലോചനയില്ലാതെ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരങ്ങളാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അമ്മ ഇത് കേട്ടല്ലോ. എന്റെ ആവശ്യങ്ങൾ ആദർശന് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി നമ്മുടെ കമ്പനിയിൽ ഞാനോ വിഘ്നേഷ് ചേട്ടനോ വർക്ക് ചെയ്യുന്നില്ല.